അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് മാത്രം ജോലി ഉണ്ടായതുകൊണ്ടൊന്നും ഒരു കുടുംബം മുന്നോട്ട് പോകില്ല. രണ്ടുപേരും അധ്വാനിച്ചാൽ തന്നെ മുന്നോട്ട് പോകില്ല. പിന്നെ ഇപ്പോൾ ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ട്. അപ്പോൾ ജോലിയില്ലാത്ത സ്ത്രീകളൊക്കെ ഒരുവിധം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. അവരൊന്നും ഇല്ലെങ്കിൽ പരിശ്രമിക്കുന്നെങ്കിലും ഉണ്ട്. പണ്ടൊന്നും ഇപ്പോൾ അങ്ങനെ സ്ത്രീകൾ പുറത്തേക്ക് പോവുകയും അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അന്ന് ചെറിയ കുട്ടികൾ മുതൽ പിടിച്ചിട്ട് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ തന്നെ പാർട്ട് ടൈമിനായിട്ട് ചില കടകളിലും പെട്രോൾ പമ്പിലും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഇന്ന് അങ്ങനെയാണ്, എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ മാത്രം തെണ്ടിച്ചുകൊണ്ട് ഒരു കുടുംബം പോകില്ല. ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ പണ്ടത്തെ കാലത്തേക്കാൾ അപേക്ഷിച്ചിട്ട് ജോലി സാധ്യതകളും കൂടുതലാണ്. കാരണം ഇന്നിപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സുകൾ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കോഴ്സുകൾ, അങ്ങനെ കുട്ടികൾക്ക് പഠിച്ച് കയറാനും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റ അതൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ എല്ലാവർക്കും അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് കോഴ്സുകൾ കണ്ടെത്താനുള്ള എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കാനും അതിനോടൊപ്പം ജോലി ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യം. പണ്ടൊക്കെ UK പോയി പഠിക്കണവരെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പോഴൊക്കെ അങ്ങനെയല്ലല്ലോ. UK മലയാളികളെ കൊണ്ട് തട്ടി നടക്കാൻ പാടില്ല. മലയാളികൾ എന്നല്ല, എവിടെയാണോ വിദ്യാഭ്യാസം അവർക്ക് സേഫ് ആയിട്ടുള്ളത് വെച്ചാൽ അവിടേക്ക് ആൾക്കാർ പോവുകയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, മലയാളികൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ ജീവിതം പോലെ ആവരുത് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ജീവിതം എന്നുള്ള ചിന്തയിലാണ് ഇന്നത്തെ തലമുറ ജീവിക്കണത് അല്ലേ. അങ്ങനെ ഒരു ചിന്തയിൽ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കാലം പുരോഗമിച്ചിട്ടുണ്ടാവുക. ഇത്രയും ശാസ്ത്രം വളർന്നതും അതെല്ലാം ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാവാം. ശാസ്ത്രം പുരോഗമിച്ച് ഇന്നിപ്പോൾ എല്ലാവരും പണിക്കോയാലും വീട്ടിൽ ചിലവ് നടക്കാത്ത അവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ എന്തിനപ്പോൾ അധികം പറയണം, ഒരു റീചാർജ് ചെയ്യണമെങ്കിൽ 400 രൂപ വേണമല്ലോ അല്ലേ. അപ്പോൾ അത് 2 ഫോൺ ഉണ്ടെങ്കിൽ 800 ആയില്ലേ. ഒരു ദിവസത്തെ ശമ്പളം 1000 രൂപയ്ക്ക് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ആ ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്യാൻ തന്നെയുള്ളൂ. പിന്നെ ഇപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്കായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുകയാണ്. ചിലരിത് എന്നെപ്പോലെ ഇങ്ങനെ യൂട്യൂബ് തുറന്ന് വീഡിയോസ് ഇടും. ഒരു വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ഇടുന്നത് എന്തെങ്കിലുമൊക്കെ കഴിച്ചില്ലാന്നുള്ള പ്രതീക്ഷയിലേ. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് നമ്മുടെ ബീഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.